എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ കൊല്ലത്തെ കൊലയെക്കുറിച്ചാണ്. ഏത് ദിവസമാണ് നമുക്കൊരു പ്രഭാതം ലഭിക്കുക? ഇപ്പോഴത്തെ പ്രഭാതം നമ്മൾ കേൾക്കുന്നത് കൊലയുടെയും മയക്കുമരുന്നിൻ്റെയും കൊള്ളയുടെയും മർദ്ദനങ്ങളുടെയും ചൂഷണങ്ങളുടെയും ന്യൂസുകൾ മാത്രമാണ്. ഇതിനെപ്പോഴാണ് നമുക്കൊരു അവസാനം എന്ന് തീർത്ത് പറയാൻ സാധിക്കാത്തൊരു സ്റ്റേജിലാണ്. അതായത് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊല്ലത്തെ കൊലപാതകത്തിൻ്റെ ഏതാണ്ട് ഉത്തരവാദിത്വം ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണ്. ആദ്യം ആത്മഹത്യ ചെയ്ത ആ പുരുഷനുമായി വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. കേട്ടുകേഴ്വിയാണ്. ആ പെൺകുട്ടിക്ക് ബാങ്കിൽ ഉദ്യോഗം ലഭിച്ചപ്പോൾ ഇവരിൽ ഒരു മാറ്റമുണ്ടായി, പെൺകുട്ടിയിലൊരു മാറ്റമുണ്ടായി. ആ കുട്ടിയെ സ്നേഹിച്ച ആ പയ്യന് ജോലിയില്ല. ആ ജോലിയില്ലാത്ത പയ്യന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോട് പാരൻസിനും താല്പര്യമില്ല, കുട്ടിക്കും താല്പര്യമില്ല. അതിന് മറ്റെന്തോ ഒരു വിവാഹം ആലോചിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് കേൾക്കുന്നത്. പക്ഷേ അതങ്ങനെയാണെങ്കിൽ 100% അത് തെറ്റാണ്. ഇതിൻ്റെ പ്രധാന കാരണം, വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു അവനെ ടോട്ടൽ അവോയ്ഡ് ചെയ്യുമെന്നുള്ളൊരു ഫീലിങ്സ് അവനിൽ കടന്നുകൂടിയപ്പോൾ അവന് അതൊരു ഒരു ഒരു പ്രതികാര ബുദ്ധി അവനിൽ ഉദയം ചെയ്തു. അതിൻ്റെ അനന്തരഫലം, അവൻ ആ കുട്ടിയുടെ സഹോദരനെ കൊന്നു, അവൻ ആത്മഹത്യ ചെയ്തു. നഷ്ടമാർക്ക് അവൻ ഒരു ബുദ്ധിയില്ലാത്തവനായിപ്പോൾ, അവനൊരു യൂസ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അവന് ഒരു കുട്ടി ഉപേക്ഷിച്ചെന്ന് വിചാരിച്ച് അവൻ ഈ ലോകത്ത് മറ്റു ഇതിനേക്കാളും സൗന്ദര്യവും കഴിവുമുള്ള കുട്ടികളെ കിട്ടുമായിരുന്നു. അവനത് ചെയ്തില്ല. അപ്പോൾ അവൻ ആണത്വം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ യൂസ്ലെസ്സുകളൊക്കെ മരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ വേസ്റ്റ് ക്യാരക്ടറാണ്. അവനെ ഇത്രയും വളർത്തി വലുതാക്കി കൊടുത്ത പേരൻസിന് അവൻ കൊടുത്തൊരു സമ്മാനം, ജീവിതകാലം മൊത്തം അവർ കണ്ണുനീരുമായി കഴിയണം. ശരി, ഇപ്പുറത്തെ പെങ്കൊച്ച്, ആ പെങ്കൊച്ചിൻ്റെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ കപട മുഖങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഇനി നിങ്ങൾ ആ കുട്ടിയെ വേറെ കല്യാണം കഴിപ്പിക്കും. നിങ്ങൾ ആ കൊച്ചിനോട് സ്നേഹമുണ്ടെങ്കിൽ, അവൾക്കും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, കല്യാണം കഴിക്കാൻ വരുന്ന ആ പയ്യനോട് ഈ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ രൂപം കൊടുക്കണം. നിങ്ങൾ കൊടുത്തേ പറ്റൂ. അതല്ല നിങ്ങൾ ഒളിച്ചു വെച്ചൊരു വിവാഹത്താണ് മുതിരുന്നെങ്കിൽ അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും. ഒരിക്കൽ ആ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചൊരു പെണ്ണാണെന്ന് അറിഞ്ഞാൽ നാളെ അവരുടെ ജീവിതം കോഞ്ഞായിട്ടേ കാര്യം. തെറ്റ് ചെയ്താൽ ആരായിരുന്നാലും അതിന് ശിക്ഷ അനുഭവിക്കണം. അത് ദൈവനീതിയാണ്. സോ ഇനിയെങ്കിലുമുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കൂടുതലും അപകടങ്ങളിൽ പോയി പെടുന്നത്. ഇവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ്. അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ആ കുട്ടി സ്കൂളിൽ പോയി വരുമ്പോൾ അവരെങ്ങനെയാണ്, എന്താണ്, അവരെന്തെങ്കിലും മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടിരുന്നാൽ ആ കുട്ടികൾ നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. ഇത് പാവാടപ്രായത്തിൽ മീശ മുളയ്ക്കാതെ തന്നെ ഇവരങ്ങോട്ട് പ്രേമം തുടങ്ങും. പിന്നെ അവർ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് പെൺകുട്ടികളോട് പ്രത്യേകം പറയുക, നിങ്ങൾ സ്നേഹിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്നാൽ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു സമയമുണ്ട്. കുട്ടികളോട് പറയുക, നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിക്കണം, നിങ്ങൾ സ്വന്തമായി ഒരു ജോലി ചെയ്യണം. അതിന് കുറച്ച് സമയമെടുക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതാണ്ട് ഒരു 23-26 വയസ്സാകുമ്പോൾ നിങ്ങൾ സ്വയം ജോലി എത്തുന്ന ലെവലാകും. അന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അത് അനുസരണമായ രീതിയിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പയ്യനെ കണ്ടെത്താൻ പറ്റുമെന്ന് വളരെ സൗമ്യമായി ഫ്രണ്ട്ലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തള്ളമാർ ശ്രദ്ധിക്കണം. പേരൻസ് തന്ത എപ്പോഴും പെൺകൊച്ചുകളുടെ അടുക്കൽ കാണും. അവർ ജോലിയെല്ലാമായിട്ട് പോകും.
ഇതിൻ്റെ ഏറ്റവും പ്രധാന റോൾ തള്ളയ്ക്കാണ് വരുന്നത്. ദയവ് ചെയ്ത് ഒരു മോളായിരിക്കും അല്ലെങ്കിൽ ഒരു മോനായിരിക്കും, അയ്യോ പറഞ്ഞ അവൻ വല്ല കടുങ്കൈ, അങ്ങനെ ഒന്നും വേണ്ട. അങ്ങനെ അച്ഛയും അമ്മയും പറഞ്ഞ് കേൾക്കാത്ത ഒരു പെണ്ണോ ആണോ അവൻ കടുങ്കൈ, അവൻ ചെയ്തു പോട്ടെ. അവനൊക്കെ വേസ്റ്റ് ക്യാരക്ടേഴ്സ്. എന്തിനാണ് ഈ ലോകത്ത് അവൻ്റെയൊക്കെ ആവശ്യം? ഒരാവശ്യമില്ല. സ്വന്തം ജീവൻ കൊടുത്ത തന്തയും തള്ളയും റെസ്പെക്റ്റ് ചെയ്യാതെ, അവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ, ആരെങ്കിലും മോശമാര് ഏത് മക്കളായിരുന്നാലും എത്ര ക്ലവറായിരുന്നാലും ശരി അതിനെ അഡ്മിറ്റ് ചെയ്യരുത്. അത് വേസ്റ്റ് ക്യാരക്ടറായിട്ട് തന്നെ കാണണം. പിന്നെ അതൊക്കെ ജീവിച്ചിരുന്നാൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അവസാന കാലത്ത് നിങ്ങളെ വല്ലാതെ ദ്രോഹിച്ച് അവർ കൊല്ലാക്കൊല ചെയ്യും. അതുകൊണ്ട് പേരൻസ് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കണം. അവർ കറക്റ്റായിട്ട് പഠിക്കാൻ പോകുന്നു, ഒരു പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഒക്കെ നോക്കണം. അതുപോലെ തന്നെ അവർ പോയി വരുമ്പോൾ വല്ല മയക്കുമരുന്നെല്ലാം അതിൻ്റെ അകത്ത് ചുറ്റിക്കയറ്റി വയ്ക്കുന്നുണ്ട്. ബാഗുകളെല്ലാം വളരെ സൂക്ഷ്മമായി കാണിക്കണം. കാരണം ഒരു പെൺകുട്ടികളെ പഠിപ്പിച്ച് വളർത്തി നല്ല രീതിയിലാക്കി ഒരു ജോലിയിലാക്കാന്ന് ചോദിച്ചാൽ ഭാരിച്ച പണിയാണ്. അതിൽ അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിവാഹപ്രായം എന്ന് പറയുന്നത് അവരോട് പറയേണ്ടത് ഒരു ആഫ്റ്റർ 23. അതുവരെ നമുക്ക് ഒരുപാട് നിങ്ങളുടെ പഠിത്തത്തെക്കുറിച്ച് ആലോചിക്കണം, ജോലിയെക്കുറിച്ച് ആലോചിക്കണം, ജീവിതത്തെക്കുറിച്ച് പഠിക്കണതിലെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ദർ ദ റൈറ്റ് ടൈം. അല്ലാതെ ഈ പാവാടപ്രായത്തിൽ മീശ മുടക്കാത്ത സമയത്തും തുടങ്ങുന്നതല്ല പ്രേമം. ഒന്നാമത് ഈ പ്രേമത്തിന് വേണ്ടി കൂടെ ഒരുപാട് എരിവും പുളിവുള്ള സിനിമകളുണ്ട്. അത് ഈ മിനി തിയേറ്ററിലൊക്കെ പോയി അവിടെ പോയിരുന്ന് ഈ അലപലാതി പടങ്ങളിലൊക്കെ കാണുമ്പോൾ അത് തന്നെ ഏറ്റവും വഷളത്തരമാണ്. ഈ പിള്ളേരും ഈ കുട്ടികളും അതിൽ തന്നെ അങ്ങോട്ട് മാറിപ്പോകുന്നു. രണ്ടാമത് ഈ ആവശ്യമില്ലാത്ത ഈ മൊബൈലിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന പല കോമാളിത്തര വേഷങ്ങളും വെറും ഡേർട്ടി അപ്ഡേറ്റ്സൊക്കെ കാണാറുണ്ട് ഈ പെണ്ണുങ്ങളുടെയൊക്കെ. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. സോ എനിക്ക് വീണ്ടും പറയാനുള്ളത്, പറഞ്ഞാൽ കേൾക്കാത്ത അവരെ ഉപദേശിക്കുക, അവരെ പറയുക. ഇനി അവന്മാരങ്ങോട്ട് വേസ്റ്റ് ക്യാരക്ടർ അവർ ഭീഷണിപ്പെടുത്തി അവർ വടികൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഡോണ്ട് കെയർ, ലീവ് ദം, പോയി മരിച്ചോട്ടെ. കാര്യം പേരൻസ് എപ്പോഴും കുട്ടികളെ നല്ലതേ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു നല്ലതേ വളരാനേ ആഗ്രഹിക്കുള്ളൂ. പിന്നെ പേരൻസ് വിചാരിക്കണം പ്രേമിക്കുന്ന മകളൊന്നും എനിക്ക് നല്ല സ്നേഹമാണ്, വലിയ സുന്ദരനാണ്, വലിയ എന്ത് ആയിരുന്നാലും ആ പ്രായം അതിനനുവദിക്കുന്നില്ല, കറക്റ്റായിട്ട് തന്നെ പറയണം. പിന്നെ അതിൽ കേൾക്കാതെ പോകണമെങ്കിൽ ലെറ്റ് ദം ഗോ. പേരൻസായിട്ട് സ്ട്രിക്റ്റായിട്ട് തന്നെ ഇരിക്കണം. ചില സമയത്ത് നമ്മളൊരു അഡമൻഷി എടുത്തു തരണം. മാക്സിമം അങ്ങേയറ്റം നെല്ലിപ്പലകോളം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ കടമകൾ അതാണ് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത്. അത് കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ലൈഫിൽ സക്സസ് ആകും. ഇത് ലീഡ് എ ഗുഡ് ലൈഫ്. അവർക്ക് നല്ല സമാധാനം കിട്ടും. പേരൻസുമായിട്ട് എപ്പോഴും ജീവിതകാലത്തോളം അവർ സന്തോഷമായി ജീവിക്കും. ഇത്രയേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ മക്കൾ പറയുന്നതിനനുസരിച്ച് അവർ പറയുന്നതിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടവർ അവരുടെ പക്വത കിട്ടാൻ നേരത്ത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും. വെൻ ദേ ആർ ഗ്രോൺ അപ്പ് അവരവരുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കും. അവർ പറയുന്നത് പേരൻസ് അംഗീകരിക്കണം, അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. സോറി, ഞാൻ കുറച്ച് ഹാർഡായിട്ട് സംസാരിച്ചു. മരിക്കട്ടെ. ഇറ്റ് ഈസ് വേസ്റ്റ് ക്യാരക്ടർ. അവൻ ട്രെയിൻ്റെ അടിയിൽ അവനൊരു വേസ്റ്റ് ക്യാരക്ടറാണ്. അവൻ തൻ്റെ ഉള്ളവനാണെങ്കിൽ, അവനൊരു പുരുഷനാണെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ ഫ്രണ്ടിൽ ഇവൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവൻ ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴേ അവൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കത്തുള്ളൂ. ഇത് ചുമ്മാ ഏതെങ്കിലും ഒരു പെണ്ണ് സ്നേഹിച്ച് അവൾ വേണ്ടത്തിന് ഇവൻ കയറി ട്രെയിൻ്റെ അടിക്കും, മറ്റൊരുത്തിനെ കൊല്ലിക്കും. ഇത് ആണത്വമല്ല, ഇത് ഭീരുത്വമാണ്. ഈ ഭീരുത്വമുള്ളപ്പോൾ എങ്ങനെ തീർന്നു പോകണമെന്നല്ല. അതിനെ ഇവനൊക്കെ കൊണ്ട് വേറെ ഇതൊക്കെയല്ല യൂസ്ലെസ്സുകളാണ്. യൂസ്ലെസ് നമുക്ക് ലോകത്തിന് വേണ്ട. ഈസ് എ വേസ്റ്റ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ആരെങ്കിലും സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ശപിക്കുകയില്ല, സ്നേഹിക്കണം. സ്നേഹിക്കാൻ നിങ്ങൾക്കൊരു പ്രായമുണ്ട്. ആ പ്രായം ഇപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങളൊരു ജോലിയിലാകുമ്പോൾ നിങ്ങൾ വളരെ ഇപ്പോഴുള്ള പ്രസൻറ്റ് സ്റ്റേജിൽ നിന്നും അന്നത്തെ സ്റ്റേജും ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ പേരൻസ് പറഞ്ഞത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ എല്ലാവരോടും, ചെറുപ്പക്കാരോടും, ഈ പാവാടപ്രായമുള്ള പെൺകുട്ടികളോടും, മീശ മുളയ്ക്കാത്ത പയ്യന്മാരോടും പറഞ്ഞ് ഇപ്പോൾ
നിങ്ങളുടെ ആ സ്നേഹവും പ്രേമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു +2 കഴിഞ്ഞ് ഒരു കോഴ്സൊക്കെ ചെയ്ത് ഒരു ജോലിയൊക്കെ സ്വന്തമാക്കി വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ സ്റ്റാറ്റസ് അതനുസരണമായ നല്ലൊരു പെൺകുട്ടികളെ ആമ്പയിലും കിട്ടും. പെൺകുട്ടികൾക്ക് ആൺചെറുക്കനെയും കിട്ടും. ആൺകുട്ടികൾ നല്ല സുന്ദരി മണിമണിയുള്ള പെൺകുട്ടികളെയും കിട്ടും. ഒക്കെ നിങ്ങളൊക്കെ ഒരു മെച്യൂർ ടൈം ആയിരിക്കണം. ചെറിയ തട്ടുമുട്ടും ഒരു കണാകുണ കാര്യങ്ങളൊക്കെ ചില ഈസി നോർമൽ അത് ആ 10ാം ക്ലാസ്സിൽ അതവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് മാറിപ്പോകും. പിന്നെ നിങ്ങൾ രണ്ട് കോണിലായിരിക്കും. പിന്നെ ഈ ടെലഫോണും ഇതിലും കിരികിരി പരിപാടികളൊക്കെ തൊട്ട് കോൺസെൻട്രേറ്റ് പഠിത്തം കോൺസെൻട്രേറ്റ് ചെയ്യുക, ജോലി എടുക്കുക, ഒരു നല്ല പുരുഷന് നല്ലൊരു സ്ത്രീയെ അന്തസ്സായിട്ട് ഒരു കല്യാണം കഴിക്കുക. ഓക്കെ, നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം നാളത്തെ വീഡിയോയിൽ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.